കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല. പുറത്താക്കിയാൽ പോലും പാർട്ടിയിൽ നിന്ന് ഞാൻ പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. കെ കരുണാകരന് ഞാനായിട്ടിരിക്കുന്നത് എനിക്ക് ഈതപ്പേരുണ്ടാക്കില്ല. മരിച്ചുപോയ കെ കരുണാകരൻ ഏതായാലും കുടുംബത്തിലെ ആ പേരുണ്ടാക്കി. ഞാൻ ആ വഴിയിലേക്ക് പോയില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം. കെ മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് വിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല. ഇത് രാത്രി ഇരുന്ന് പോസ്റ്റ് ഒട്ടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. നമസ്കാരം. രാത്രി ഇരുളിന്റെ മറവിൽ പോസ്റ്റർ ഒട്ടിച്ച് ചാരപ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ ഈ പാർട്ടിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ആളുകളെ ഈ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയാലേ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. ഇത് എന്റെ വാക്കുകളല്ല. കെ നായനാരിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിച്ച, കേരളം ആദരവോടെ ബഹുമാനത്തോടെ ലീഡർ എന്ന് വിശേഷിപ്പിച്ച, രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിശേഷിപ്പിച്ച കേരളത്തിന്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ ആയ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരന്റെ വാക്കുകളാണ്. അദ്ദേഹം കോട്ടയത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമ വാർഷിക ദിനത്തിൽ പങ്കെടുക്കുവാൻ, അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ സംസാരിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞാൻ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്, എപ്പോഴും ഞാൻ കോൺഗ്രസിന്റെ എല്ലാ ഭാഗങ്ങളിലും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുരളീധരൻ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും താൻ വയനാട്ടിൽ ഉണ്ടാകും. എന്റെ മുൻ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ് വയനാട്. അതുകൊണ്ട് അതിന്റെ മുക്കും മൂലയുമെല്ലാം എനിക്ക് കൃത്യമായി അറിയാം. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി താൻ അവിടെ പ്രവർത്തിക്കും എന്നുകൂടിയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത്. എന്തായാലും കോൺഗ്രസ് പാർട്ടി വിട്ട് കെ മുരളീധരൻ മറ്റ് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറും എന്നുള്ള ചില വാർത്തകൾ താനും കേട്ടിരുന്നു. എന്നാൽ കെ കരുണാകരന് മാനക്കേടുണ്ടാക്കുന്ന വിധത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ സൽപ്പേരിനും മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ താൻ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറുകയില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് ഒരു കാരണവശാലും എഴുതേണ്ടി വരില്ല, പ്രക്ഷേപണം ചെയ്യേണ്ടി വരില്ല. ഇത് 100% ഉറപ്പ്, കെ കരുണാകരന്റെ മകന്റെ ഉറപ്പ് എന്ന് തന്നെയാണ് കെ മുരളീധരൻ വളരെ വൈകാര്യമായി തന്നെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. തന്റെ കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കി കെ കരുണാകരന്റെ പാരമ്പര്യത്തിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യശസ്സിനും കളങ്കമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ടല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ കെ കരുണാകരന്റെ ആത്മാവിനോടും കെ കരുണാകരന്റെ കുടുംബത്തോടും കാട്ടിയ അനീതി തന്നെയാണ് എന്നാണ് കെ മുരളീധരൻ തന്റെ സഹോദരിയായ പത്മജ വേണുഗോപാലിന്റെ പേരെടുത്തു പറയാതെ തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്നാൽ അങ്ങനെയൊരു ദുഷ്ചെയ്തി എന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. കെ കരുണാകരന് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ, കെ കരുണാകരന്റെ രാഷ്ട്രീയ യശസ്സിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ പാരമ്പര്യത്തിനോ ഒരു കാരണവശാലും ദോഷകരമായ രീതിയിൽ ഒരു പ്രവൃത്തിയും കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിങ്ങൾക്ക് അത്തരത്തിലൊരു വാർത്ത സംപ്രേഷണം ചെയ്യേണ്ടതായി വരില്ല എന്നുകൂടി മുരളീധരൻ പറയുന്നു. ഇനിയിപ്പോൾ ഈ പാർട്ടിയിൽ നിന്നും, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എന്നെ ചവിട്ടി പുറത്താക്കിയാലും ഞാൻ പുറത്തു പോകില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അവിഭക്ത പ്രവർത്തകനായി എന്നും കോൺഗ്രസിനോടൊപ്പം കൂടെയുണ്ടാകും എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത്. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോയതിനെ കുറിച്ചും പത്മജ സ്ഥാനമാനങ്ങൾ മോഹിച്ചാണ് BJP-യിലേക്ക് ചേക്കേറിയതെന്നുമെല്ലാം പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു കെ മുരളീധരൻ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഉണ്ടായ ദയനീയമായ പരാജയത്തിന്റെ ആ വിഷമത്തിൽ നിന്നും കെ മുരളീധരൻ പിന്നീട് പാർട്ടി യോഗങ്ങളിലോ പാർട്ടി സമ്മേളനങ്ങളിലോ ഒന്നും സജീവമായിരുന്നില്ല. പാർട്ടിയിൽ നിന്ന് താൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, കുറെ കാലം പൊതുപ്രവർത്തനം നിർത്തുന്നു എന്നുള്ള മട്ടിൽ തന്നെയാണ് കെ മുരളീധരന്റെ ചില പത്രക്കുറിപ്പുകളെല്ലാം വന്നിരുന്നത്. തൃശൂരിലെ തോൽവിക്ക് അടിസ്ഥാനം കോൺഗ്രസ്കാർ തന്നെയാണ് എന്ന് ഒരു വേള കെ മുരളീധരന് തുറന്നു പറയേണ്ടതായി വന്നു. ആരൊക്കെയാണ് തൃശ്ശൂരിൽ തന്നെ തോൽപ്പിച്ചതെന്ന് തനിക്ക് കൃത്യമായി അറിയാം. അത്തരം ചില ആളുകളെ, അത് തന്നെയാണ് കെ മുരളീധരൻ അടിവരയിട്ട് പറഞ്ഞത്. രാത്രിയുടെ മറവിൽ ഇരുളിൽ പോസ്റ്റർ ഒട്ടിച്ച് ചാരപ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അവരെ ചവിട്ടി പുറത്താക്കിയാൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത് തന്റെ അനുഭവം മുൻനിർത്തിക്കൊണ്ട്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ താൻ ദയനീയമായി പരാജയപ്പെട്ട അനുഭവം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്.
ഇടയ്ക്ക് ഒരു വേള ടി എൻ പ്രതാപിന്റെയും എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് കെ മുരളീധരൻ സംസാരിച്ചത്. എന്തായാലും താൻ കൂടുതൽ വിവാദങ്ങൾക്കില്ല, ഇനി ഒരു കാരണവശാലും കെ കരുണാകരന് പേരുദോഷമുണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് മാനക്കേടുണ്ടാക്കിക്കൊണ്ട് താൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് സ്ഥാനമാനങ്ങൾ തേടി പോകില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ മുഖത്തടിക്കുന്നത് പോലെ തന്നെ പേരെടുത്ത് പറയാതെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാവരുടെയും ഒരു വികാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങിന് എത്തുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഒരു കോൺഗ്രസ്കാരും ഉണ്ടാകില്ല. തന്റെയും ഒരു ഹൃദയവികാരം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ താൻ പങ്കെടുക്കാൻ എത്തിയത് എന്നുകൂടി കെ മുരളീധരൻ എടുത്തു പറയുകയുണ്ടായി. കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മുരളിയേട്ടാ, വീണ്ടും പാർട്ടി പരിപാടികൾ സജീവമാവുകയാണോ? DCCന്റെ ഒരു ഔദ്യോഗിക പരിപാടി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമാണ്. ഉമ്മൻചാണ്ടി എന്നാൽ കോൺഗ്രസിന്റെ എല്ലാം. അങ്ങനെ നേതാവിന്റെ അനുസ്മരണത്തിൽ നിന്ന് ആരാ വിട്ടുനിൽക്കാൻ കഴിയുക? ഒരു കോൺഗ്രസ്സുകാരന് വിട്ടുനിൽക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അനുസ്മരണത്തിലൊക്കെ പങ്കെടുക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ മിനിഞ്ഞാന്ന് പങ്കെടുക്കേണ്ടായിരുന്നു മധുസൂദന കുറുപ്പിന്റെ, പക്ഷെ അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നുകൊണ്ടാണ് എത്താൻ കഴിയാതെ. അതായത് പത്രം വായിച്ച ഒരറിവിൽ ഞാൻ പത്രം വായിച്ചു. പക്ഷേ കാലത്ത് തന്നെ രണ്ടുപേരെ എന്നെ ഫോണിൽ വിളിച്ചു. ടി എൻ പ്രതാപനും ഷാനിമോൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. പറയുമ്പോൾ എന്നെ KPC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു, ദീവാദാസ് മുൻഷി വിളിച്ചിരുന്നു. പക്ഷേ ഇത് തൃശ്ശൂർ ചർച്ചയാക്കി വീണ്ടും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ, അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞു പോയൊരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ഇങ്ങനെ പരാമർശം ഉണ്ടായില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. പിന്നെ എങ്ങനെയെങ്കിലും വാർത്ത ഒന്നും എനിക്കറിയില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം. കെ മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസ് വിട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രയാസമില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല. പുറത്താക്കിയാൽ പോലും പാർട്ടിയിൽ നിന്ന് ഞാൻ പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. കെ കരുണാകരന് ഞാനായിട്ടിരിക്കുന്നത് എനിക്ക് ഈതപ്പേരുണ്ടാക്കില്ല. മരിച്ചുപോയ കെ കരുണാകരൻ ഏതായാലും കുടുംബത്തിൽ ആ പേരുണ്ടാക്കി. ഞാൻ ആ വഴിയിലേക്ക് പോയില്ല. ആ കാര്യം 101% ഉറപ്പാണ്. ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഇന്നലെ മുതൽ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് താങ്കൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ, ഉറപ്പായിട്ട് സജീവം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. കാരണം വയനാടിൻ്റെ മേജർ പോർഷൻ എൻ്റെ പഴയ പാർലമെൻറ്റാണ്. അവിടുത്തെ എല്ലാ മുക്കും മൂലം എനിക്കറിയാം. ഈ മാസം അവസാനം കഴിഞ്ഞാൽ താങ്കൾ സജീവമാകും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ ഉണ്ടാവും. ഞാൻ പറയുന്നത് അത് നല്ല തീരുമാനമാണ്. ദേശീയ നേതാക്കന്മാർ അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിൽ നോക്കാൻ പറഞ്ഞത് ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. ഒരാൾ ഒരു പോയിന്റിൽ നിന്ന് പ്രവർത്തിക്കുക. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലിയിൽ ഞാൻ ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വടകരയിലെ 7 സ്ഥലം ഞാൻ നോക്കിക്കോളാം, വട്ടിയൂർക്കാവ് നോക്കിക്കോളാം, 8 സ്ഥലം ഞാൻ നോക്കാം. അങ്ങനെ വരുമ്പോൾ നേരെ മറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചാൽ സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. നമ്മൾ നിന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക പ്രദേശക്കാരനായിട്ട് കൂട്ടരുത്. അദ്ദേഹം ദേശീയ നേതാവാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് LDF ഭരിക്കുകയാണ്. അത് പിടിച്ചെടുക്കാൻ ഒരു നേതൃത്വം അത്യാവശ്യമാണ്. തിരുവനന്തപുരത്ത് വിഷ്ണുനാഥിനെയാണ് വെച്ചെങ്കിൽ ഞാൻ സഹായിച്ചു കൊടുക്കാം. കാരണം എനിക്ക് വോട്ടുള്ള സ്ഥലമാണ്. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ 24 കോർപ്പറേഷൻ വാർഡ് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല തീരുമാനമാണ് പുറത്തുനിന്ന് ഒരാളെ വയ്ക്കുന്നത്. കാരണം അകത്തുള്ളവരൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ വരുന്നത് നല്ലതാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാനും സഹായിച്ചു കൊടുക്കാം. ഉണ്ട് തിരുവനന്തപുരത്തുണ്ട്. അവിടുത്തെ വോട്ടറാണല്ലോ ഞാൻ.
അതൊക്കെ ഞാൻ പറയാം. ഈ ചില ശക്തികൾ ഇരുട്ടത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാരും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നവരല്ല. എന്ത് നേരിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? തിരുവനന്തപുരം DCCയുടെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒരാളൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇത് രാത്രി ഇരുന്ന് പോസ്റ്റർ ഒട്ടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി.